ഗായ്സ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നുള്ളത് ഇന്ന് ഞാനൊരു ഈവനിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈവനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ പുറത്തേക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഒന്ന് ഉമ്മയുടെ ആങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം. മിക്ക വെള്ളിയാഴ്ച ഞങ്ങൾ പുറത്ത് പോയിട്ട് തന്നെ ഫുഡ് കഴിക്കാറ്. ഇഷലിന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം അവൾ പാർക്കിൽ കൂടും. കണ്ണ് തെറ്റിയ അപ്പം പാർക്കിക്കാണ് കേട്ടോ. അവളെ ഏറ്റവും ഫേവറേറ്റ് ടോയ് ആണ് കേട്ടോ അത്. ഞങ്ങൾ അയക്കുന്ന വാങ്ങിച്ചിരുന്നത് അവളെ സൈസും ഉള്ളൂ അത്. അതും പൊക്കി എല്ലായിടത്തേക്കും നടക്കും. അപ്പം ഞങ്ങൾ എന്തെങ്കിലും നാടൻ ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മുസ്തഫ ഷാബിയേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നും പോകാറുള്ള പോലെ ഇന്നും പയ്യന്നൂർക്ക് തന്നെയാണ് കേട്ടോ പോണത്. പോയപ്പോൾ ഞങ്ങൾക്ക് പാർക്കിംഗ് ഫ്രണ്ടിൽ തന്നെ കിട്ടി കേട്ടോ. അങ്ങനെ ഞാൻ പാർക്ക് ചെയ്ത് ഇതാണ് കേട്ടോ ഉമ്മയുടെ ആങ്ങള. ഞാൻ പറഞ്ഞില്ലേ ഉമ്മയുടെ ആങ്ങള ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. അതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നും പയ്യന്നൂർക്ക് തന്നെയാണ് വന്നുള്ളത്. വിശലച്ച നല്ല ഉറക്കത്തിലാട്ടോ. അപ്പം ഞാൻ ഇന്ന് എന്ത് വാങ്ങും എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു പുതി പൊറോട്ട വാങ്ങാനാണ് കേട്ടോ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോരുത്തർ പൊറോട്ടയും അപ്പവും ബീഫ് കറിയും അങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഞാൻ ഹക്ക നൂഡിൽസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നെന്തോ എനിക്ക് നൂഡിൽസ് കഴിക്കാൻ എന്തോ ഒരു പൂതി. വിശലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി ഫുഡ് വരുന്ന നേരത്തെ അവിടെ എണീക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാ ഓർഡറൊക്കെ കൊടുത്ത് വെൽക്കം ഡ്രിങ്ക് പോലെ ഒരു മാംഗോയുടെ ഒരു ജ്യൂസ് കിട്ടി കേട്ടോ. ഫസ്റ്റ് പോലെ വലിച്ചപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് കുടിച്ച് തന്നെയല്ലോ കേട്ടോ മാറ്റി വെച്ച്. അങ്ങനെ അത് എന്തൊരു ടാങ്കൊക്കെ കളിക്കുക പോലെ ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ടാങ്കിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെടാത്ത കാരണം ഞാനത് കുടിച്ചില്ല. പിന്നെ പ്ലേറ്റൊക്കെ വന്നിട്ടുണ്ട്. ഫുഡിന് നീണ്ട കാത്തിരിപ്പായിരുന്നു കേട്ടോ. ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ ഫുഡിന് വേണ്ടി കാത്തുനിന്നു. അങ്ങനെ എൻ്റെ ഹക്ക നൂഡിൽസ് എത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് പയ്യന്നൂർ വന്ന അവിടുത്തെ അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞാൻ നൂഡിൽസ് തിന്നണക്കാട്ടി മുന്നേ ഞാൻ തിന്നത് അപ്പവും ബീഫ് കറി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പാകത്തിന് എരിവും ഒക്കെ പാകത്തിനായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബീഫ് കറി. ഞാൻ വല്ലാണ്ട് ബീഫ് തിന്നണ ആളല്ല, എന്നാലും എനിക്ക് എന്തോ കറി നല്ല ഇഷ്ടപ്പെട്ടു. ഉമ്മയുടെ പൊറോട്ട ഉമ്മ അൺബോക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഞാൻ കുറച്ച് കഴിച്ചു. പക്ഷേ എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് അപ്പവും ബീഫ് കറിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളെ ഇച്ചലിക്കുട്ടി ഇട്ടിട്ടുണ്ട് ഫുഡിൻ്റെ മണമൊക്കെ ഇട്ടിട്ട്. പക്ഷെ അവളൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടാണ് വന്നുള്ളത്. അതുകൊണ്ട് അവളൊന്നും കഴിച്ചില്ല. അങ്ങനെ അപ്പമൊക്കെ തിന്ന് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹക്ക നൂഡിൽസ് കഴിച്ചപ്പോൾ കുഴപ്പമില്ല. എന്നാലും അതിനെക്കാട്ടും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അവസാനം ഞാൻ എല്ലാവരും ചായ പറഞ്ഞു. ഞാൻ ചായ കുടിക്കാത്ത കാരണം ഒരു ജ്യൂസാണ് കേട്ടോ പറഞ്ഞത്. ജ്യൂസ് കണ്ടപ്പോൾ ഇശലിന് ഭയങ്കര സന്തോഷം. ഇശലിന് സ്ട്രോ ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഇശൽ കുടിച്ച് ജ്യൂസ് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ടേസ്റ്റ് കിട്ടിയില്ല മാങ്ങക്ക്. അതിലും എനിക്കെന്തോ ടാങ്കിൻ്റെ എന്തോ ടേസ്റ്റ് വന്നു. അതാണ് ഞാനത് കുടിച്ച് എങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് കുടിച്ചില്ല എന്ന് പറയില്ല, എങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഞാൻ കുടിച്ചു തീർത്ത് പൈസ കൊടുത്താണ്. അങ്ങനെ ഇശൽ വെച്ചാൽ കുഞ്ഞ് വാശി തുടങ്ങിയിട്ടുണ്ട്. അവൾ ഉറക്ക പകുതിക്ക് നിന്ന കാരണമാവും തോന്നുന്നുണ്ട്. നല്ല വാശിയായിരുന്നു കേട്ടോ. വണ്ടിയിൽ കയറിയിട്ടും അവിടുന്ന് പോരുമ്പോഴും ഒക്കെ നല്ല കരച്ചിൽ. ഞാനെടുത്താലും അങ്ങനെ കരച്ചിൽ നിൽക്കാറുണ്ട്. ഇന്നെന്തോ അവൾ കരച്ചിൽ നിൽക്കണമില്ല. അവളെ ഉറക്കം പകുതിക്ക് നിന്ന കാരണം കേട്ടോ വാശി. അങ്ങനെ എനിക്ക് വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് നിർത്തിയിടാണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് അലക്കിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തി ഞാൻ ഡ്രസ്സൊക്കെ നിർത്തിയിട്ടു. ഒരു ബക്കറ്റോളം ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മിക്കപ്പോഴും രാത്രി തന്നെ നിർത്തിയിടേ. മടി കാരണം ഇങ്ങനെ പിന്നെടാ വെച്ചിട്ട് ഞാൻ അങ്ങനെ നിൽക്കും. അവസാനം കിടക്കണ നേരത്താവും ഞാൻ നിർത്തിയിടാം. എന്നിട്ട് ഒരു 12 പിറ്റേ ദിവസം ഒരു മഗ്‌രിബൊക്കെ ആകുമ്പോഴാണ് എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ നിർത്തിയിട്ട് ഇക്കാക്ക് വണ്ടി മാറ്റിയിടാണ്ടായിരുന്നു. ആ തക്കത്തിൽ ആൾ പാർക്കിൽ കൂടിയിട്ടുണ്ട് കേട്ടോ വാശിയൊക്കെ നിന്നിട്ട്. ഇനി അവിടെ നിന്ന് വിളിച്ചു വരുമ്പോൾ വേറൊരു ഹാൽ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു വിധേയന് ഞാൻ വാപ്പ പുറത്ത് പോവുകയാണ് നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിധേയനെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പല്ലേ ശിശുവിൻ്റെ സ്വഭാവം അല്ലേ? ഒരു സ്റ്റാൻഡുമ്മക്കുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതെല്ലാം ഞാൻ നിർത്തിയിട്ട്, കാരണം പിറ്റേ ദിവസം വാപ്പാടെ ഡ്രസ്സ് അലക്കണ കൂടെയാണ്. അപ്പോഴേക്കൊക്കെ എൻ്റെ ഡ്രസ്സ് ഉണങ്ങണം. അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, പണ്ട് എപ്പോഴും ഒതുങ്ങി കിടന്നിരുന്ന വീടാണ്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഇതാണ് അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു ഈശലിന് എന്തെങ്കിലും തിരീശ ഫുഡ് കൊടുക്കാമെന്ന്. അപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് സ്ലപ്പ് ഫാമിൻ്റെ റാഗി പൗഡറാണ് കേട്ടോ
കുറുക്കി കൊടുക്കണം. അപ്പോൾ മാമാനായിട്ട് നമ്മൾ കളിക്കുക. എന്തോ ഞാൻ തിന്നില്ലേ എങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ അവൾ തിന്നിട്ടോ, മാഷാ അല്ലാ. അവൾക്ക് എൻ്റെ മോള് ഇത്തിരി കാർട്ടൂണൊക്കെ കണ്ടിട്ടോ തിന്നെ. ഇനിയിപ്പോൾ അയ്യോ മോൾക്കിപ്പോൾ ടി വി ഒക്കെ കാണിക്കാൻ പാടുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കാണിച്ചിട്ട് വരും. ആ ആൾക്കാർ തന്നെ ആ കുട്ടിനെയും കൊണ്ടിട്ട് ഒരു 3-4 സിനിമ കാണാൻ പോയിട്ടുണ്ടാവും. ഞാൻ ഇശലിനെ അങ്ങനെ ആയിട്ട് അങ്ങനെ എല്ലാ സിനിമ ഒന്നും കാണാൻ പോകല്ല. ഇശൽ വന്നതിന് ശേഷം ഞാൻ 3 സിനിമ കണ്ടിട്ടുണ്ടോ കേട്ടോ. എനിക്കൊരു ഇൻസ്റ്റഗ്രാമിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ടി വി ഒക്കെ കാണിച്ചിട്ടാണോ ഫുഡ് കൊടുക്കുക, അങ്ങനെയാണോ ഇങ്ങനെയാണോ. ആ ആൾ തന്നെ ആളുടെ വായിന്ന് അറിയാതെ വന്ന് പറഞ്ഞു ഞങ്ങൾ തിയേറ്ററിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. തിയേറ്ററിൽ 3-4 മണിക്കൂർ സിനിമ കാണാൻ കുട്ടീനെ കൊണ്ടുപോകാറുണ്ട്. ആ ആളാണ് എന്നെ ഉപദേശിക്കാൻ വന്നേക്കണം. അവർ നമ്മൾ നല്ലതിന് തന്നെ ആവും പറയണ്ടാവുക, പക്ഷെ അവരത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ പോയാന്നല്ലേ വെച്ചാൽ ഫ്രഷ് ആവാൻ വിചാരിച്ചു. അങ്ങനെ പല്ലൊക്കെ തേച്ച് കുളിച്ച് വന്നിട്ട് ഇനി എൻ്റെ സ്കിൻ കെയർ ടൈമാണ് കേട്ടോ. ഞാൻ രാത്രി മിക്കപ്പോഴും സ്കിൻ കെയർ ചെയ്തിട്ട് തന്നെ കിടക്കാറ്. പിന്നെ ഈശ്വരി ചെറിയ വാശിയാണെങ്കിൽ സ്കിൻ കെയർ അങ്ങനെ സ്കിപ്പ് ചെയ്യും. അല്ലെങ്കിൽ മിക്കപ്പോഴും സ്കിൻ കെയർ തന്നെ ചെയ്തിട്ട് കിടക്കും കേട്ടോ. അപ്പോഴേക്കും ഇച്ചിലിക്കുട്ടി മേലൊക്കെ കഴിയുന്നുണ്ട്. പക്ഷേ ഞാൻ നൈറ്റ് ഡ്രസ്സും പമ്പേഴ്സൊക്കെ മാറ്റി വെക്കണം കേട്ടോ. പക്ഷേ ഞാൻ മിക്കപ്പോഴും ഉപയോഗിക്കുക രാത്രി കിടന്നുറങ്ങുമ്പോഴും പുറത്ത് പോകുമ്പോഴും റാസ്കൽസാണ് കേട്ടോ പമ്പേഴ്സ് ഉപയോഗിക്കുക. വീട്ടിൽ നടക്കുമ്പോഴൊക്കെ ഹഗ്ഗീസും ഉപയോഗിക്കും, പാമ്പേഴ്സും ഉപയോഗിക്കും കേട്ടോ. അങ്ങനെ ഇശലിനെ ഉറക്കാനുള്ള ടൈമായി. ഇശലച്ച കുഞ്ഞുറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്, കൂട്ടുവായിക്കിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ, ഉറക്കാൻ വേണ്ടിയുള്ള ദേഷ്യത്തിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കളിപ്പിക്കാൻ നോക്കുമ്പോൾ കളിക്കണില്ല, കാരണം അവൾക്ക് ഉറക്കം വന്ന കാരണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ വരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.